സാറ് വേണം ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പ് നിൽക്കാൻ. അടുത്ത HM സാറാണല്ലേ, നമുക്ക് ചെയ്യാം. ഓ സാറേ, സാർ HM ആകുമ്പോഴെങ്കിലും ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതൊക്കെ എന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് തലയെ കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല. ഓട് മാത്രമല്ല മുരളി, മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട്. ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിലൊരു വൈറ്റ് വാഷ്. സാർ അമ്പാടി. അത് സാർ, ക്ലാസ്സിൽ വീണ്ടും പുഴു. ധന്യ നന്നായിട്ട് കടിച്ചു. അത് ഈ കാലാവസ്ഥയുടെ വല്ലതൊക്കെ ആയിരിക്കും, മാറിക്കോളും. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ സാർ? ഞാൻ കുറേ തവണ എല്ലാവരുടെയും പറയും നടന്നു, എന്നിട്ടും. അമ്പാടിയെ കടിച്ചോ? ഇല്ല. അമ്പാടിയെ കടിച്ചോ? ഇല്ലല്ലോ. ഇല്ല. പിന്നെ നിനക്കെന്താ പ്രശ്നം? എടാ, അവരിത്തിരി കടിയൊക്കെ കൊള്ളട്ടെ. നീ കയ്യിലിടപെടണ്ട കേട്ടോ. പിന്നെ അമ്പാടി, അതെ, നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട. നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലായല്ലോ. ക്ലാസ്സിൽ പോ. ബാടി, സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സ് ഗൈഡിങ് എടുത്തോണ്ടോ, ഡെസ്കിലുണ്ട്. അമ്പാടി, അമ്പാടി. സാർ, ധന്യെ പുഴു അടിച്ച്. എന്നാ തൈരെടുത്ത് കേൾക്കാൻ പറ. സാർ, ധന്യെ മാത്രമല്ല, കുറേ പേരെ പുഴു അടിച്ച്. അമ്പാടി, ഞാൻ നിന്നോട് പറഞ്ഞു, ഇത് കാലാവസ്ഥ കാരണം മാറിക്കോളുന്നു. ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം സാർ. സാറിനോട് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, എന്നും ഈ പുഴുവടി കൊള്ളാൻ വയ്യ. അമ്പാടി ഇരിക്കും, നമുക്ക് നോക്കാം. ഇപ്പം നോക്കണം സാർ. അമ്പാടിയോടല്ലേ ഇരിക്കാൻ പറഞ്ഞു? വീട്ടിൽ നിന്ന് വിളിപ്പിക്കണോ? സാറ് വിളിച്ചോ, പക്ഷെ ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം. രണ്ടക്ഷരം പഠിക്കുന്നു വെച്ച് തലേ കയറി നടക്കുന്നോ? എന്നാ നീ പഠിപ്പിക്കടാ. അല്ല, എവിടെ വന്നേ നീ? എന്താ നിനക്കൊന്നും മിണ്ടായില്ലേ? ഒന്നും മിണ്ടായില്ലേന്ന്? എല്ലാത്തിനോടും പറയാ, എനിക്കറിയാം ക്ലാസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. കുറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. നിനക്കിരിക്കാൻ വയ്യല്ലേ? ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ നിന്നാ മതി.